ക്ലീൻ പെരിയാർ പൈതൃക പെരിയാർ ക്യാമ്പിന് തുടക്കമായി. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിലാണ് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ 24 വാർഡിലും പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായി മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ് നിർവഹിച്ചു. പഞ്ചായത്ത് തല ക്ലീനിംഗ് പ്രോഗ്രാമിനാണ് ഇന്ന് തുടക്കം കുറിച്ചത്. കഴിഞ്ഞ ഒരാഴ്ച കാലമായി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ 24 വാർഡുകളിലും വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകർ കൺവീനറായിട്ട് വരുന്ന സാനിറ്റേഷൻ സമിതികളുടെ യോഗം ചേർന്നുകൊണ്ട് അതാത് പ്രദേശത്തെ തോട്ടം മാനേജ്മെന്റുകൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആശാപ്രവർത്തകർ, അംഗൻവാടിക്കാർ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക സന്നദ്ധ സംഘടനയുടെ ആളുകളെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ടാണ് വാർഡ് തലത്തിലെ ക്ലീനിങ് പ്രോഗ്രാമുകൾ തീർന്നിരിക്കുന്നത്. അതിന്റെ സമാപനം എന്നുള്ളതാണ് ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുഭാഷ് അധ്യക്ഷത വഹിക്കുകയും വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാജിമോൻ സ്വാഗതം ആശംസിക്കുകയും ചെയ്തു. ആരോഗ്യ സന്ദേശം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ്മ നൽകി. പഞ്ചായത്ത് സെക്രട്ടറി സുനിൽ M റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ഗീതാ നേശയ്യൻ വിഷയാവതരണം നടത്തി. ശുചീകരണ പരിപാടിയിൽ പഞ്ചായത്ത് ജീവനക്കാർ, ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ, സന്നദ്ധ പ്രവർത്തകർ, ഹരിതകർമ്മ സേനാ അംഗങ്ങൾ, വ്യാപാര വ്യവസായി അംഗങ്ങൾ എന്നിവർ ഉൾപ്പെടെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊതുജല സ്രോതസ് ശുചീകരിക്കാനും പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്നും പ്രസിഡന്റ് അറിയിക്കുകയും ചെയ്തു. പൊതുസ്ഥലത്തും പൊതുജലാശയങ്ങളിലും മാലിന്യം തള്ളുന്ന സ്ഥാപനങ്ങൾ, വ്യക്തികൾ എന്നിവരെ കണ്ടെത്തി കേരള പൊതുജനാരോഗ്യ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുമെന്നും തുടർ പരിശോധന നടത്തുമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാജിമോൻ അറിയിക്കുകയും ചെയ്തു. വണ്ടിപ്പെരിയാർ ടൗൺ മുതൽ കക്കിക്കവല വരെയുള്ള ഭാഗമാണ് പ്ലാസ്റ്റിക് മുക്തമാക്കിയത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.